ഹലോ ഫ്രണ്ട്സ്, വിഫിൻ ജോബ്സിന്റെ ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള സർക്കാരിന്റെ കീഴിൽ വിനോദസഞ്ചാര വകുപ്പിന് കീഴിലുള്ള കോഴിക്കോട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിലേക്കും വയനാട് സുൽത്താൻ ബത്തേരി ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിലേക്കും വിവിധ തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്ക് ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നുണ്ട്. ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക, കരാർ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്കാണ് നിയമനം വന്നിട്ടുള്ളത്. വിശദമായ ജോബ് നോട്ടിഫിക്കേഷൻസ്, റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക, അഡ്വർടൈസ്മെന്റ് നമ്പർ ആയിട്ട് വന്നിട്ടുള്ളത് RJDKKD/192/2024-E1 ആണ് ഇവിടെ അഡ്വർടൈസ്മെന്റ് നമ്പർ ആയിട്ട് വന്നിട്ടുള്ളത്. സോ നമുക്ക് കോഴിക്കോട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിലേക്ക് വന്നിട്ടുള്ള ഒഴിവുകളുടെ ഡീറ്റെയിൽഡ് വീഡിയോസിലേക്ക് കടക്കാം. ഇവിടെ തസ്തികയായിട്ട് വന്നിട്ടുള്ളത് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. ഒഴിവുകളുടെ എണ്ണം 6 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ഫുഡ് ആൻഡ് ബിവറേജ് സ്റ്റാഫ് 7 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. കുക്ക് തസ്തികയിലേക്ക് 3 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. കൂടാതെ അസിസ്റ്റന്റ് കുക്ക് തസ്തികകളിലേക്ക് 1 ഒഴിവുകളും കൂടി. ടോട്ടൽ 17 ഒഴിവുകളാണ് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് കോഴിക്കോട് വന്നിട്ടുള്ളത്. അടുത്തതായിട്ട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് സുൽത്താൻ ബത്തേരിയാണ്. സോ ഇവിടെ തസ്തികയായിട്ട് വന്നിട്ടുള്ളത് ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് സ്റ്റാഫാണ്. ആകെ ഒഴിവുകളുടെ എണ്ണം വന്നിട്ടുള്ളത് 5 ആണ്. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിലേക്ക് 5 ഒഴിവുകൾ വന്നിട്ടുണ്ട്. കുക്ക് തസ്തികയിലേക്ക് 3 ഒഴിവുകൾ വന്നിട്ടുണ്ട്. അസിസ്റ്റന്റ് കുക്ക് തസ്തികയിലേക്ക് 3 ഒഴിവുകളും റിസപ്ഷനിസ്റ്റ് തസ്തികയിലേക്ക് 2 ഒഴിവുകളും കിച്ചൺ മേറ്റി തസ്തികയിലേക്ക് 3 ഒഴിവുകളും കൂടി ആകെ 21 ഒഴിവുകളാണ് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് സുൽത്താൻ ബത്തേരിയിൽ വന്നിട്ടുള്ളത്. വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയമാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. സോ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിന് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടത് SSLC ആണ്. സോ കേരള സർക്കാരിന്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷനിൽ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉദ്യോഗാർത്ഥികൾ പാസ്സായിരിക്കണം. അതുമല്ലെങ്കിൽ കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിൽ നിന്നും ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷനിൽ 1 വർഷത്തെ ഡിപ്ലോമയോ PG ഡിപ്ലോമയോ ജയിച്ചിരിക്കണം. സോ ഈ ഒരു പോസ്റ്റിലേക്ക് വേണ്ട ഉദ്യോഗാർത്ഥികളുടെ ക്വാളിഫിക്കേഷന് പുറമെ ഉദ്യോഗാർത്ഥികൾക്ക് 2 സ്റ്റാർ ക്ലാസിഫിക്കേഷനോ അതിനു മുകളിലോ ആയ ഹോട്ടലുകളിൽ ഹൗസ് കീപ്പിംഗിൽ 6 മാസത്തെ പ്രവൃത്തി പരിചയം കൂടി വേണം. അടുത്തതായിട്ട് ഫുഡ് ആൻഡ് ബിവറേജ് സ്റ്റാഫാണ്. സോ ഫുഡ് ആൻഡ് ബിവറേജ് സ്റ്റാഫിന് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടത് പ്രീ ഡിഗ്രി അല്ലെങ്കിൽ 10th +2 പാസ്സായിരിക്കണം എന്നുള്ളതാണ്. കൂടാതെ കേരള സർക്കാരിന്റെ ഫുഡ് ക്രാഫ്റ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും 1 വർഷത്തെ ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ജയിച്ചിരിക്കണം. അതുമല്ലെങ്കിൽ കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന് കീഴിൽ വന്നിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിൽ നിന്നും ഫുഡ് ആൻഡ് ബിവറേജ് സർവീസസിൽ 1 വർഷത്തെ ഡിപ്ലോമയും വിജയിച്ചിരിക്കണം. കൂടാതെ 2 സ്റ്റാർ ക്ലാസിഫിക്കേഷനോ അതിനു മുകളിലോ ആയ ഹോട്ടലുകളിൽ വെയിറ്റർ അല്ലെങ്കിൽ ബട്ട്ലർ അതുമല്ലെങ്കിൽ ക്യാപ്റ്റനായി കുറഞ്ഞത് 2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. സോ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കുക്കാണ്. സോ ഈ ഒരു പോസ്റ്റിലേക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് SSLC ആണ്. കൂടാതെ കേരള സർക്കാരിന്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഫുഡ് പ്രൊഡക്ഷൻ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് അല്ലെങ്കിൽ കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിൽ നിന്നും കുക്കറി അല്ലെങ്കിൽ ഫുഡ് പ്രൊഡക്ഷനിൽ 1 വർഷത്തെ ഡിപ്ലോമ പാസ്സായിരിക്കണം. കൂടാതെ 2 സ്റ്റാർ ക്ലാസിഫിക്കേഷനോ അതിനു മുകളിലോ ആയ ഹോട്ടലുകളിൽ കുക്ക് അല്ലെങ്കിൽ അസിസ്റ്റന്റ് കുക്കായി 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. അടുത്തത് അസിസ്റ്റന്റ് കുക്കാണ്. സോ അസിസ്റ്റന്റ് കുക്കിലേക്ക് വേണ്ട ഉദ്യോഗാർത്ഥികളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്നുള്ളത് 10ാം ക്ലാസ് ആണ്. കൂടാതെ കേരള സർക്കാരിന്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഫുഡ് പ്രൊഡക്ഷൻ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസ്സായിരിക്കണം. കൂടാതെ 2 സ്റ്റാർ ക്ലാസിഫിക്കേഷനോ അതിനു മുകളിലോ ആയ ഹോട്ടലുകളിൽ അസിസ്റ്റന്റ് കുക്ക് അല്ലെങ്കിൽ കുക്ക് ആയി കുറഞ്ഞത് 1 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. അടുത്തതായിട്ട് റിസപ്ഷനിസ്റ്റ് ആണ്. സോ റിസപ്ഷനിസ്റ്റ് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് പ്രീ ഡിഗ്രി അല്ലെങ്കിൽ 10 +2 ആണ്. സോ ഈ ഒരു ക്വാളിഫിക്കേഷൻ കൂടാതെ കേരള സർക്കാരിന്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷനിൽ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസ്സായ ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടാതെ 2 സ്റ്റാർ ക്ലാസിഫിക്കേഷനോ അതിനു മുകളിലോ ആയ ഹോട്ടലുകളിൽ ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റായി കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു റിസപ്ഷനിസ്റ്റ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് കിച്ചൺ മേറ്റിയാണ്. സോ ഈ ഒരു പോസ്റ്റിലേക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് 10ാം ക്ലാസ് ആണ്. കൂടാതെ ഉദ്യോഗാർത്ഥികൾ കേരള സർക്കാരിന്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് 1 വർഷത്തെ ഫുഡ് പ്രൊഡക്ഷൻ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് നേടിയിരിക്കണം. കൂടാതെ 2 സ്റ്റാർ ക്ലാസിഫിക്കേഷനോ അതിനു മുകളിലുള്ളതോ ആയ ഹോട്ടലുകളിൽ കുക്ക് അല്ലെങ്കിൽ അസിസ്റ്റന്റ് കുക്കായി കുറഞ്ഞത് 1 വർഷത്തെ പ്രവൃത്തി പരിചയമെങ്കിലും ഉണ്ടായിരിക്കണം. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഏജ് ക്ലാസിഫിക്കേഷൻ ആണ്. സോ ഇവിടെ 18 വയസ്സ് മുതൽ 36 വയസ്സിന്റെ ഇടയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടാതെ ഉദ്യോഗാർത്ഥികൾക്ക് ഈ പറയുന്ന ഏജ് റിലാക്സേഷൻ ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ്. സോ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലും എഴുത്തു പരീക്ഷയും കൂടാതെ സ്കിൽ ടെസ്റ്റ്, ഇന്റർവ്യൂ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുക. സോ ഇവിടെ തിരഞ്ഞെടുക്കുന്ന ജീവനക്കാർക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ അതാത് സമയത്ത്
നേരത്തെ സർക്കാർ ഉത്തരവ് പ്രകാരം ക്ലാസ് 4 ജീവനക്കാർക്ക് നൽകുന്ന തുക വേതനമായി ലഭിക്കുന്നതാണ്. അതായത് ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിദിന വേതനമായിട്ട് 675 രൂപയാണ് ലഭിക്കുക. സോ ഇവിടെ ഉദ്യോഗാർത്ഥികൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തതിനു ശേഷം പോസ്റ്റൽ മുഖേനയാണ് അപ്ലൈ ചെയ്യേണ്ടത്. സോ അപ്ലൈ ചെയ്യേണ്ട അഡ്രസ് എന്ന് പറയുന്നത് ദ റീജിയണൽ ജോയിന്റ് ഡയറക്ടർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം, റീജിയണൽ ഓഫീസ്, സിവിൽ സ്റ്റേഷൻ, കോഴിക്കോട്. പിൻ നമ്പറായിട്ട് വന്നിട്ടുള്ളത് 673020 ആണ്. സോ ഈ ഒരു അഡ്രസ്സിലാണ് വിദ്യാർത്ഥികൾ പോസ്റ്റലായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. സോ അപ്ലൈ ചെയ്യേണ്ട ഫോർമാറ്റ് ഈ ഒരു ഡോക്യുമെന്റിന്റെ അവസാനം നൽകിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഡോക്യുമെന്റ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം ആപ്ലിക്കേഷൻ ഫോം ഫോർ ദി പോസ്റ്റ് ഓഫ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്, ഫുഡ് ആൻഡ് ബ്യൂറേജ് സ്റ്റാഫ്, കുക്ക്, അസിസ്റ്റന്റ് കുക്ക്, റിസപ്ഷനിസ്റ്റ് ആൻഡ് കിച്ചൺ മേറ്റി എന്നുള്ള ഈ ഒരു ഫോമാണ് ഉദ്യോഗാർത്ഥികൾ ഫില്ല് ചെയ്ത് പോസ്റ്റലായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. കൂടാതെ അപ്ലൈ ചെയ്യുന്നതിന്റെ കൂടെ ഉദ്യോഗാർത്ഥികളുടെ വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും കൂടി സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. പ്രത്യേകം നോട്ട് ചെയ്യുക, ഒരു ഉദ്യോഗാർത്ഥി ഒരു തസ്തികയിൽ ഒരു ജില്ലയിൽ മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ. സോ ഇവിടെ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറയുന്നത് 3/4/2025 വൈകുന്നേരം 5 മണി വരെയാണ്. സോ തന്നിരിക്കുന്ന ജോബ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടാതെ ഹെൽപ്പ് ഡെസ്ക് നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതായത് 0495237382 കൂടാതെ 7907437342 എന്നീ നമ്പറുകൾ വിദ്യാർത്ഥികൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. സോ ഇതുപോലത്തെ ജോബ് നോട്ടിഫിക്കേഷൻസ്, റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസുമായി കാണും വരെ ഹാവ് എ നൈസ് ഡേ.